തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരിയടങ്ങിയ മരുന്ന് നൽകാത്തതിന് യുവാക്കൾ മെഡിക്കൽ ഷോപ്പ് അടിച്ചു തകർത്തു. കോട്ടയം കുറവിലങ്ങാട് ലഹരിക്കടിമയായ യുവാവ് മറ്റൊരു യുവാവിനെ കിണറ്റിൽ തള്ളിയിട്ടു. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള മിന്നൽ പരിശോധനയിൽ 5 ദിവസത്തിനിടെ 360 കേസുകളിലായി 368 പേർ അറസ്റ്റിലായി. 81.13 ലക്ഷത്തിന്റെ മയക്കുമരുന്നും പിടികൂടി. നെയ്യാറ്റിൻകരയിലെ അപ്പോളോ മെഡിക്കൽ ഷോപ്പാണ് യുവാക്കൾ തകർത്തത്. ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ മരുന്ന് നൽകില്ലെന്ന് ജീവനക്കാർ മറുപടി നൽകിയതോടെയാണ് ആക്രമണമുണ്ടായത്. ലഹരി സാന്നിധ്യമുള്ള മരുന്നാണ് യുവാക്കൾ ആവശ്യപ്പെട്ടത്. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ ജിതിനാണ് കോട്ടയം കുറുവിലങ്ങാട് യുവാവിനെ കിണറ്റിലേക്ക് തള്ളിയിട്ടത്. കിണറ്റിൽ വീണ KJ ജോൺസനെ ഫയർഫോഴ്സ് എത്തിയാണ് കരക്കി കയറ്റിയത്. പ്രതിക്കായി മരങ്ങാട്ടുപിള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അട്ടപ്പാടി ഷോളയൂരിൽ ചാരായ വിൽപ്പന എക്സൈസിനെ അറിയിച്ച ആൾക്ക് വെട്ടേറ്റു. കോഴിക്കോടത്ത് സ്വദേശി മാത്യു തോമസിനാണ് വെട്ടേറ്റത്. ആക്രമണത്തിൽ ഷോളയൂർ പോലീസ് കേസെടുത്തു. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന ആളെ വയനാട് പോലീസ് പിടികൂടി. ടാൻസാനിയ സ്വദേശി പ്രിൻസ് സാംസണാണ് പിടിയിലായത്. ബാംഗ്ലൂരിലെ കോളേജിൽ വിദ്യാർത്ഥിയായ പ്രിൻസ് സാംസണിന്റെ കയ്യിൽ നിന്ന് 100 ഗ്രാം MDMA എന്ന് സംശയിക്കുന്ന വസ്തുവും പിടികൂടി. കഴിഞ്ഞ മാസം മുത്തങ്ങയിൽ നിന്ന് MDMAയുമായി പിടികൂടിയ ഷെഫീഖിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.